എന്നെ മരണത്തിൽ നിന്നും തിരിച്ചു പിടിച്ച മനുഷ്യൻ അല്ലെ. അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ ദി ബോത്ത്. അത് ഒരു ഭയങ്കര അത് വേറൊരു റിയലൈസേഷൻ ആണ്. ഈ നമ്മൾ ഈ ഒരു പണ്ടൊരു കോട്ട് വായിച്ചിട്ടുണ്ട്, പ്രണയം വിവാഹത്തിന്റെ തുടക്കവും വിവാഹം പ്രണയത്തിന്റെ ഒടുക്കവുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രണയം വിവാഹത്തിന്റെ തുടക്കമാണ്, വിവാഹശേഷം പ്രണയം ഉണ്ടാവാറില്ല എന്നുള്ള. പക്ഷെ അത് തന്നെയായിരുന്നു ഞാനും അവളും പറയുമായിരുന്നു. എനിക്ക് തന്നെ തോന്നിയിരുന്നു അത് പ്രണയം നമ്മൾ തമ്മിൽ അങ്ങനെ റൊമാൻറ്റിക് അല്ലല്ലോ, എന്നാൽ ലൈഫിലേക്ക് പോവാണല്ലോ. സാധാരണ പരാതി എന്നെ വിളിക്കുമായിരുന്നു, അത് പക്ഷെ അതായിരുന്നേ നമ്മുടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇയാൾ എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്നും ഇയാൾക്ക് തിരിച്ച് ഞാനും അങ്ങനെയാണെന്ന് അപ്പോഴും റിയലൈസ് ചെയ്യാൻ പാകത്തിൽ ഇയാളുടെ മനസ്സുണ്ടായിരുന്നില്ല. ഇയാൾ വേറൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റി. ചുറ്റിലും ഇരുന്നവർക്കും അത് മനസ്സിലായത് നിമിഷങ്ങളായിരുന്നു. ഇയാൾക്ക് ഇത്രയും വലിയ അറ്റാച്ച്ഡ് ആണ്. ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, എന്നോടൊപ്പം ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട DYFI സഖാക്കൾക്ക് ഫുൾ ടൈം എൻ്റെ കൂടെ ഇരുന്ന, എന്നേക്കാൾ കൂടുതൽ ആശുപത്രിയിൽ അന്ന് ഒരുപക്ഷെ വരാന്തയിൽ ചിലവഴിച്ച നിമിഷമുണ്ട്. അവർക്കെല്ലാം എന്നെ അന്ന് അവർക്ക് തിരിച്ചറിയും. അവരെല്ലാം പലപ്പോഴും എന്നോട് അത് പറയുന്നുണ്ട്. എനിക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതാണ് ആ നിമിഷത്തെ ഞാൻ റീകളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അന്ന് ഇങ്ങനെ എന്നോട് ലിറ്ററലി ഞാൻ ഇപ്പോഴും എന്തെങ്കിലും പറയുമല്ലോ, കുറ്റം സ്വാഭാവികമായിട്ട് നമ്മൾ പറയും, കേൾക്കാൻ സമയമില്ല, അത് പറയാൻ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ വേറെ നമ്മുടെ പിള്ളേർ DYFI നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരോട് പറയുമ്പോൾ അവർ ചേച്ചി അങ്ങനെ പറയല്ലേ ചേച്ചി, ശരിക്കും ആ മനുഷ്യനാ വരാന്തയിലിരുന്ന് കരയുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട്. ഞാൻ പറഞ്ഞ ഫുൾ ഡ്രാമയാടാ, ഫുൾ ഡ്രാമയാണ്. മറ്റേ പഞ്ചാബി ഹൗസിൽ പറയല്ലേ പൊട്ടന് പോയി ബോട്ട് കിട്ടി അതാണ് സീൻ എന്നൊക്കെ ഞങ്ങൾ തമാശക്ക് കളിച്ചു. അപ്പൊ അവര് ഭയങ്കരമായിട്ട് സിൻസിയർ ആയിട്ട് ചേച്ചി അങ്ങനൊന്നും പറയില്ല ചേച്ചി, ഇങ്ങനെ പറയാൻ തോന്നുന്നു. ഞാനിതൊന്നും അറിയുന്നില്ലല്ലോ, ഞാനകത്ത് നല്ല സുഖമായിട്ട് കിടക്കല്ലേ. പക്ഷെ അങ്ങനെയൊക്കെ പറയും. അല്ല അത് ഇങ്ങനെ നമ്മുടെ പിള്ളേരെ സെറ്റ് ഇങ്ങനെ പറയായിരുന്നു. അത് ഭയങ്കര അതിനെ ഞാൻ അങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത് ഇപ്പോഴും. അവർ എന്നെ ഇമോഷണലി അത് പറയും ബ്ലാക്ക്മെയിൽ ചെയ്യും പിള്ളേരെ. അപ്പോൾ ഞാൻ അത് റിയലൈസ് ചെയ്തു അത് ആ സമയത്ത്. അത് അങ്ങനെയൊക്കെ ചില നിമിഷങ്ങളിൽ നമ്മൾ പലരുടെയും അടുപ്പവും സ്നേഹവും ഒക്കെ റിയലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പറയില്ല, നമ്മുടെ ഹോസ്പിറ്റൽസിലാണ് കൂടുതലായിട്ട് പ്രാർത്ഥനകൾ, ഒരു പ്രാർത്ഥനാലയത്തിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നത്. വേണോ? ചേച്ചിയുടെ കണ്ടൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. നിശബ്ദമായ പ്രാർത്ഥനകളുടെ വലിയൊരു ഇടാണ് അത്. ശരിയാട്ടോ, നല്ല കോട്ടാണ്. ഈ പ്രാർത്ഥനാലയം, ഏറ്റവും വലിയ പ്രാർത്ഥനാലയം ആശുപത്രിയാണ്. സത്യം, ശരിയാ. നമ്മളറിയാത്ത കേൾക്കാത്ത ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥനകളില്ലാത്ത ഒരു നിമിഷവും ആശുപത്രി കടന്നു വന്നു. പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞത് പലതരത്തിൽ ആളുകൾ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹങ്ങളായി പ്രാർത്ഥനകളായി പുറത്തു